നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന് വൻ തിരിച്ചടിയായി. നിലവിലുള്ള സ്വന്തം MLA PV അൻവർ രാജിവെച്ച് മുന്നണി വിട്ടതോടെ പ്രതിരോധത്തിലായ LDF-ന് ഈ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത്. അൻവർ നേടിയ വോട്ട് ഇരു മുന്നണികളെയും ഞെട്ടിക്കുകയും ചെയ്തു. CPM പോരാളി M സ്വരാജിനെ ഇറക്കിയിട്ടും നിലമ്പൂരിലെ വേട്ടയിൽ ഇടതുമുന്നണിക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. നാട്ടുകാരനായ സ്വരാജിന് സ്വന്തം പഞ്ചായത്തിൽ മാത്രമല്ല സ്വന്തം ബൂത്തിലും പിന്നോക്കം പോകേണ്ടിയും വന്നു എന്നത് വലിയ നാണക്കേടായി മാറി. വോട്ടെണ്ണലിലാവട്ടെ ഒരു റൗണ്ടിൽ പോലും സ്വരാജിന് ലീഡ് നേടാനുമായില്ല. വിജയിച്ചുവെങ്കിലും UDF-ന് മുന്നിൽ PV അൻവർ ഉയർത്തിയ വെല്ലുവിളിയും ചെറുതല്ല. പിണറായിസത്തിനും സതീശനിസത്തിനും എതിരെയായിരുന്നു അൻവറിന്റെ സ്വതന്ത്ര പോരാട്ടം. അൻവർ കൂടി UDF പക്ഷത്തേക്ക് ചേർന്നിരുന്നെങ്കിൽ LDF-നേറ്റ പ്രഹരം കടുത്തതാകുമായിരുന്നു. 2 തവണ MLA ആയി പ്രവർത്തിച്ച PV അൻവർ UDF-ലെ ആര്യാടൻ ഷൗക്കത്ത്, LDF-ലെ M സ്വരാജ് എന്നിവരോട് ഏറ്റുമുട്ടിയ NDA-യിലെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നേടിയ വോട്ടുകളും നിലമ്പൂരിന്റെ വോട്ട് കണക്കിൽ നിർണായകമായി. PV അൻവർ ചതിയനാണെന്നും ഇത് നിലമ്പൂരിലെ ജനത മറുപടി നൽകും എന്നുമായിരുന്നു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞ വാക്കുകൾ. പക്ഷേ മണ്ഡലത്തിൽ 2 തവണ ഇടതുമുന്നണിയാണ് ചതിച്ചത് എന്നായിരുന്നു വോട്ടർമാരുടെ ബാലറ്റിലെ മറുപടി. M സ്വരാജിനെതിരായ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് മാത്രമല്ല, അത് PV അൻവറും NDA-യിലെ അഡ്വക്കേറ്റ് മോഹൻ ജോർജും നേടിയെന്ന് മറന്നുകൂടാ. PV അൻവർ പറയും പോലെ പിണറായിസത്തിനെതിരായ നിലമ്പൂരിലെ ജനമനസ്സ് നിലമ്പൂർ തേക്കുപോലെ തല ഉയർത്തി നിൽക്കുന്നുവെന്ന് സാരം. സതീശനിസത്തിന് എതിരായ വോട്ടും അൻവർ നേടിയ വോട്ടിന്റെ കണക്കിലുണ്ട്. മുസ്ലിം വർഗീയ കക്ഷികളുടെ വോട്ട് നേടാനുള്ള ഇടതു വലത് മുന്നണികളുടെ മത്സരയോട്ടത്തിൽ UDF അവസാനം വിജയം നേടിയെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പിന്തുണ ആര്യാടൻ ഷൗക്കത്ത് നേടിയപ്പോൾ മാദനിയുടെ പാർട്ടിയായ PDP M സ്വരാജിനെയാണ് ശക്തമായി സഹായിച്ചത്. SDPയുടെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിച്ചെങ്കിലും അവർക്ക് ശക്തി തെളിയിക്കാനുമായില്ല. ശക്തമായ ചതുഷ്കോണ മത്സരം നടന്നിട്ടും NDA വോട്ടുകളിൽ കാര്യമായ നഷ്ടമുണ്ടായില്ല എന്നതും സവിശേഷത തന്നെ. പൊളിറ്റിക്കൽ ഡെസ്ക്, ജനം.